ഇതുവരെയായി. പിള്ളേർ സമ്മതിച്ചോ? ഒരുവിധം സമ്മതിച്ചു. എന്നാലും പ്രശ്നം കുഴയും പഠിക്കും. എന്താ? മാധവിക്കുട്ടി 3 പിള്ളേരുടെ തള്ളയാണെന്നുള്ള കാര്യം ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞിട്ടില്ല. പറയാനുള്ള ധൈര്യമാണ്. എന്നെ ബഫൂണിന്റെ വേഷം കടിച്ച് താങ്ങ് ചിരിക്കുകയാണ്. എങ്ങനെ ചിരിക്കാതിരിക്കും? മാധവിക്കുട്ടിയുടെ സ്ഥിതി തന്നെയാ. അച്ഛനക്ക് 4 പിള്ളേരുള്ള കാര്യം മാധവിക്കുട്ടി അവരുടെ മക്കളോട് പറഞ്ഞിട്ടില്ല. ഇതൊരു വഞ്ചനയില്ലേ പണിക്കരെ? സ്വന്തം മക്കളെ വഞ്ചിക്കുക വഞ്ചന അല്ലേ എന്ന് ചോദിച്ചാൽ വഞ്ചനയാ. പക്ഷേ അല്പം രസം. താൻ എന്നെ വല്ലാത്ത ഒരു കുടുക്കിലാണല്ലോ പണിക്കരെ കൊണ്ടുചെന്ന് ചാടിച്ചത്. ഒരു കുടുക്കുമില്ല. കല്യാണം നടക്കട്ടെ, പിന്നല്ലേ ഒരു കാര്യം പറയൂ. പിന്നെ നിങ്ങൾ നോക്കിക്കോളും. ഇംഗ്ലീഷുകാരൻ പറയും പോലെ യുവർ ചിൽഡ്രൻ ആൻഡ് മൈ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് അവർ ചിൽഡ്രൻ. ഉണ്ണിക്കിട്ട വിവരം അറിഞ്ഞോ? അറിഞ്ഞു. എനിക്കിന്നെങ്കിൽ ഇങ്ങനെ തന്നെ ജനിക്കണം. മഹാഭാഗ്യവാൻ. എന്റെ ചേട്ടാ എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിക്ക്. ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്കും അഡ്ജസ്റ്റ് ചെയ്ത് താ. നിറം, വയസ്സ്, ജാതി ഒന്നും പ്രശ്നമല്ല. ഉണ്ണികൃഷ്ണൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എന്തോന്ന് ശരിയാവാൻ? തള്ളമാര് നേരത്തെ ചത്ത് കിട്ടിയാലേ ആ മക്കൾക്ക് സമയാസമയത്ത് പെണ്ണ് കെട്ടാൻ ഒക്കൂ. എടാ മഹാഭാവി, പറ്റ ജീവനോടാ തള്ളെ കൊല്ലാവടാ. ഞാൻ രസകരമായൊരു വാർത്ത പറയാം, ഞെട്ടരുത്. രസമുള്ള വാർത്ത കേട്ടാൽ ആരെങ്കിലും ഞെട്ടുമോ? എങ്കിൽ കേട്ടോളൂ. എന്റെ അമ്മ ഒരു 2ാം വിവാഹം കഴിക്കാൻ പോകുന്നു. തമാശകളെ സുരേന്ദ്രൻ. തമാശയല്ല സംഗീത, ഒരു ദുഃഖ സത്യം. ഞങ്ങൾക്ക് ഒരു 2ാനച്ഛൻ വരാൻ പോകുന്നു. അമ്മയെ കുറ്റം പറയാനാവില്ല. ഓമന ചേച്ചിക്ക് 26 വയസ്സായി. അവളുടെ കല്യാണം ഒരു വലിയ പ്രശ്നമാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ പെട്ട പാട് കുറച്ചൊന്നുമല്ല. എന്നെ നോക്കൂ, തടി പോലെ വളർന്ന് ഞാനും അമ്മയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കും. സുരേന്ദ്രൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. ഒരു നല്ല ജോലി കിട്ടിയതിന് ശേഷം മതി നമ്മുടെ കല്യാണം. അതാ അവിടെ നോക്കൂ. ആരാണവർ? അച്ഛന്റെ ശിങ്കിടികൾ. ഞാൻ എവിടെ പോയാലും അവരുടെ പിന്നിലുണ്ടാവും. എന്തിനാണെന്നോ? എന്റെ പ്രേമത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ. ഞാൻ ആരെയൊക്കെയാണ് പ്രേമിക്കുന്നത്, എവിടെയൊക്കെയാണ് ചുറ്റി നടക്കുന്നത്, ഇതെല്ലാം യഥാസമയം അച്ഛൻ അറിയണ്ടേ? ആരൊക്കെയാണ് സാക്ഷികൾ? ഞാനും എന്റെ ഭാര്യയും. നിങ്ങൾ ഒപ്പോയി. താഴെടല്ലേ? ഓ പിന്നെ നിന്റെ സ്കൂട്ടർ എന്റെ ഇതാ സൈഡിലോട്ടം വെച്ചോ. ഗിറ്റാർ വെച്ചോളാം.
ഇങ്ങോട്ട് മാറി, ഞാൻ ഓടിച്ചു നോക്കാം. സുഖിച്ചിരിക്കാൻ ഇറങ്ങി തള്ളിനട. സ്വാമി എന്റെ പൊന്നു മോനെ, എന്റെ ഒരു വണ്ടി. എല്ലാരും ജീവനും കൊണ്ടിങ് എത്തിയത് മുജ്ജന്മ സൂത്രം. ഞാൻ എന്ത് ചെയ്യാനാണ് അച്ഛാ? പറ്റിപ്പോയി. അച്ഛാ, അന്വേഷണ വേണ്ട കാര്യം നമുക്ക് ഗിന്നസ് ബുക്കാരെ അറിയിക്കണം. ആ വേഗമാട്ടെ സാങ്കട ഇറക്ക. എടാ രവിക്കുട്ട, നീ എന്റെ മുകളിൽ മുട്ടൊന്നും ചെയ്യരുത്. വരൂ വരൂ, കാത്തു നിൽക്കായിരുന്നു. സോറി, ഞങ്ങളുടെ വണ്ടി വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോയത് കൊണ്ടാണ് വരാൻ താമസിച്ചു പോയത്. സാരമില്ല, സാധനങ്ങൾ ഇറക്കാൻ ഞാൻ കൂടെ വേണ്ട വേണ്ട, എല്ലാം എന്റെ മക്കളാക്കിക്കൊള്ളു. എടാ വേഗമാട്ടെ. നിങ്ങൾക്ക് 4 മക്കളുള്ള വിവരം ഞാൻ എന്റെ കുട്ടികളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മക്കളുടെ കാര്യം എന്റെ കുട്ടികളോട് ഞാനും പറഞ്ഞിട്ടില്ല. എവിടെ അവരെല്ലാം? അകത്തുണ്ട്. ബാല, രാമു, ജയ, എല്ലാരും കൊണ്ട് മാറി നിൽക്കും. ഇതാണ് നിങ്ങളുടെ പുതിയ അമ്മ. രവിക്കുട്ട, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. വാ മോനെ. ഇവരാണ് എന്റെ കുട്ടികൾ, ഓമന, സുരേന്ദ്രൻ, സുമൻ. ഇവര് നിങ്ങളുടെ 4 സഹോദരന്മാരാണ്. എടാ സുമ, കണ്ടില്ലേ 4 പുതിയ ബ്രദേഴ്സ് പെട്ടെന്ന് മാനത്തുനിന്ന് പൊട്ടി വീണിരിക്കുന്നത്. ഇനിയും വല്ലവരും വരാനോ? അച്ഛാ, ഈ സ്ത്രീക്ക് 3 കുട്ടികളുള്ള കാര്യം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാ നോക്ക്, സ്ത്രീയൊന്നും മറ്റും കയറി പിടിക്കരുത്. ഇത് നിന്റെ അമ്മയാണ്, പറഞ്ഞേക്കാം. അമ്മേ, ഇത് ഭയങ്കര ചതിയായി പോയല്ലോ. ഈ 4 കുരങ്ങച്ചന്മാരെ ഞങ്ങൾ സഹിക്കണം. സുമ, മര്യാദ വിട്ട് സംസാരിക്കരുത്. വീട്ടിൽ വരുന്നവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഓമനെ, വേഗം പോയി കുറച്ച് ചായ ഉണ്ടാക്ക. എനിക്ക് വയ്യ. ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കഴിച്ചു. മാധവിക്കുട്ടി, ഈ ലഗേജൊക്കെ എവിടെ വെക്കേണ്ടത്? ഞാൻ പറയാം. അമ്മേ, ഈ 4 ബ്രദേഴ്സ് എവിടെ താമസിക്കുക? ഈ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ. സൗകര്യമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സുമ, നീ സുരേന്ദ്രന്റെ മുറിലോട്ട് മാറണം. ആ, എന്റെ മുറി പങ്കുവയ്ക്കാൻ പറ്റില്ല. കൊച്ചേട്ടൻ വെറുതെ ഇരിക്കാൻ ഞാൻ എന്റെ മുറിട്ട് കൊടുത്തിട്ട് വേണ്ടേ? സുമ, പിടിവാശി വേണ്ട. ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി. നിങ്ങൾ 3 പേരും സുമന്റെ മുറിയിൽ തൽക്കാലം കുടിക്കോളൂ. കൊച്ചുമോനെ വലിയച്ഛന്റെ മുറിയിൽ കിടക്കാം. അയ്യേ, എന്റെ കൂടെ ഒരാണിനെ കിടത്താനോ? അവൻ കൊച്ചുകുട്ടിയല്ലേ. അച്ഛാ, എനിക്ക് തടിച്ചോട് കൂടെ താമസിക്കാൻ വയ്യ. അവരെ കണ്ടാലേ എനിക്ക് പേടി വരുന്നു. മക്കളെ, ഏതായാലും നടന്നു. ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, അച്ഛനെ വിഷമിപ്പിക്കരുത്. വരൂ, സാധനങ്ങൾ ആത്തുകൊണ്ടിന്ന് വെക്കും.